നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ബാക്ക് പെയിൻ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനും അല്ല, സ്റ്റോണിൻ്റെതും അല്ല. പിന്നെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ആ ഇഞ്ചക്ഷൻ്റെ ഒരു ഇത് മാറിയപ്പോൾ വീണ്ടും പെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ആയുർവേദം ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നേരെ നമ്മുടെ പാലാഴിയിൽ പോവാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പാലാഴിയും ലേഖയും അശ്വതിയും ടീനയും ഒക്കെ ഒരുപോലെയാണ്. ഞാൻ എല്ലായിടത്തും പോകും കേട്ടോ. ഇപ്പോൾ പാലാഴിയിൽ ഡോക്ടർ അപ്പോൾ അവൈലബിൾ അല്ല, ഒരു എമർജൻസി വന്നുവെങ്കിൽ ഞാൻ നേരെ ലേഖയിൽ പോകും. ലേഖയിൽ ഒരു ഡോക്ടർ എമർജൻസി അവൈലബിൾ അല്ല എങ്കിൽ പാലാഴി പോവും. അങ്ങനെ ഞാൻ മാറിയും തിരിഞ്ഞും എല്ലായിടത്തും ഒക്കെ പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പാലാഴി കിട്ടിയപ്പോൾ ലേഖ കളഞ്ഞോ, ലേഖയെ കിട്ടിയപ്പോൾ പാലാഴി കളഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ തൊട്ടടുത്ത് പാലാഴിയാണ്. ഡോക്ടർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ 3 മണി വരെ ഡോക്ടർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. വേദ സ്കൂളിലെല്ലാം വിട്ടിട്ട് വന്നപ്പോഴേക്കും ഒരു 11 മണിയായി. ഞാൻ പാലാഴിയിലെ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവിടെ പൂജപ്പുര ഒരു പാലാഴിയുണ്ട്, അതായത് പൂജപ്പുര മാർക്കറ്റിന് ഓപ്പോസിറ്റ്. ആ പാലാഴിയല്ല, ഇത് തിരുമല വിജയമോഹിനി മില്ലിനടുത്ത് ആയിട്ടുള്ള പാലാഴിയാണ്. അപ്പോൾ തെറ്റിപ്പോകരുത്, നിങ്ങൾക്ക് മാറിപ്പോകരുത്. വിജയമോഹിനി മില്ലിനടുത്തുള്ള പാലാഴി. ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തേക്കാം. ഇത് ഡോക്ടർ കണ്ണദാസിൻ്റെ ആണ്. 30 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. മറ്റൊരു പാലാഴിയുണ്ട്, പക്ഷേ അത് ഇവരുടേതല്ല. ഇവർക്ക് കരമന ഒരു സിറ്റി ബ്രാഞ്ചും ഉണ്ട്. അല്ലാതെ പൂജപ്പുര അല്ല, തിരുമല വിജയമോഹിനി മില്ലിനടുത്തായിട്ടാണ് ഇവരുടെ ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. ഇന്ന് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണദാസ് ഡോക്ടറുടെ മകനാണ്, വിഷ്ണു ഡോക്ടറാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഡോക്ടർ ഐ തിങ്ക് ഐയുടെയോ ENTയുടെയോ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഏതാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് വിഷ്ണു ഡോക്ടറെയാണ്. ഭയങ്കര ഒരു നല്ല ഡോക്ടർ കേട്ടോ. നന്നായിട്ട് നമ്മളെ എക്സാമിൻ ചെയ്ത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് മസിലിൻ്റെ ആവാം, പിന്നെ ഒന്ന് തേയ്മാനം ഉണ്ടോ എന്നൊന്ന് നോക്കണം. കാരണം ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമല്ലേ ഇതിങ്ങനെ വരുന്നത്, അതുകൊണ്ട് തേയ്മാനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്റേ ചെയ്യാൻ പറഞ്ഞു. ഇന്നിപ്പോൾ തൽക്കാലം കിഴിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 3 ഡേയ്സ് കണ്ടിന്യൂസ് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ടൈമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇഞ്ചക്ഷൻ്റെ ഇത് വിട്ടപ്പോഴേക്കും വീണ്ടും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എങ്കിലും വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഡോക്ടർ ഒരു 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കിഴിയിട്ടിട്ട് കഷായോ എന്തൊക്കെയോ വെച്ചിട്ട് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഏട്ടനും അന്നത്തെ ആ ഒരു മുതുകത്തെ വേദന അതും ഒന്ന് കുറവുണ്ട്. എങ്കിലും ഏട്ടന് ഇങ്ങനെ ഉഴിച്ചിലും പിഴിച്ചിലും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഏട്ടനും ഒന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ഏട്ടനും വേണമെങ്കിൽ ഒരു കിഴിയിട്ട് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക്. അങ്ങനെ ഞാനും ഏട്ടനും കാണിച്ചു. എൻ്റെ ബുദ്ധിമുട്ട് ഡോക്ടർ ഞാൻ കേട്ടിനി ഗ്യാസിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗ്യാസിൻ്റെ അല്ല, ഇത് മസിലിൻ്റെ ഒരു ഇത് കൊണ്ട് വരുന്നതാണ്. പിന്നെ ഈ ഒരു തേയ്മാനം ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ കിഴിയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയം ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കരുതി എനിക്ക് മുതുകത്ത് മാത്രമേ കിഴി ഇടത്തുള്ളൂ എന്ന് കരുതി. പക്ഷെ എനിക്ക് ഫുൾ ബോഡി കിഴി അവർ തന്നായിരുന്നേ. അപ്പോൾ ഞാൻ മുതുകത്ത് മാത്രം ഇടുമെന്ന് കരുതിയിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഒരു 1.5 hours പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞു. അത്ര സമയത്തിൽ ഏട്ടൻ പോകണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അതിനിടയ്ക്ക് ഏട്ടൻ എവിടെയും മുങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ കിട്ടിയില്ല. നാളെ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു കിഴിയൊക്കെ കിട്ടി. സത്യം പറയാലോ, ആ കിഴി കഴിഞ്ഞതും എനിക്കൊരു പകുതി ആശ്വാസമുണ്ട്. അവരാണെങ്കിൽ എന്നെ തേച്ചുടച്ചെടുത്ത് കേട്ടോ. 2 ചേച്ചിമാർ നിന്നാണ് കിഴിയെല്ലാം ഇട്ട് തടവി പീഡിച്ച് ഉടച്ചെടുത്തു. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ നീര് കെട്ടി കിടപ്പുണ്ടെന്ന് ചേച്ചിമാർ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെ തൊട്ടാലും വേദന, അത്രയ്ക്കും വേണ്ടി കാലിലും കയ്യിലും മുതുകുത്തും ഒക്കെ തൊട്ടാൽ വേദന. അപ്പോൾ ആ വേദന ഉള്ള ഭാഗത്തെല്ലാം നീരുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1 മാസം മുന്നേ ഞാൻ ലേഖയിൽ പോയി ചെയ്തപ്പോഴും ഇതുപോലെ എനിക്ക് ബോഡിയിൽ പല സ്ഥലങ്ങളിലും പെയിൻ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതിങ്ങനെയാണ്, നീരിൻ്റെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എല്ലാ മാസവും ഇതുപോലെ വന്ന് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ അവരും പറഞ്ഞു എല്ലാ മാസമൊക്കെ ഇങ്ങനെ വന്ന് റിജുവിനേഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ആ നീരങ്ങ് മാറും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നീരിൻ്റെ അല്ല പ്രശ്നം, നീരും മസിലിൻ്റെ എന്തൊക്കെയോ ആണെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ആ ചേച്ചിമാർ ഒരു 1.5 മണിക്കൂർ കഷായവും കിഴിയിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അല്ലാതെ അവരുടെ കൈകൊണ്ടൊക്കെ ഒരു പ്രയോഗം നടത്തി. സത്യം പറഞ്ഞാൽ ആ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ പകുതിയിൽ കൂടുതലുള്ള അസുഖം മാറി കേട്ടോ. നമ്മൾ ഉള്ളിൽ ടാബ്ലറ്റ്സ് എടുക്കുന്നതിനെക്കാട്ടി ഇത് ചെയ്തപ്പോൾ എന്ത് റിലാക്സേഷനാണെന്ന് സത്യം പറഞ്ഞാൽ അറിയോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ കരുതി ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ. ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല.
പക്ഷെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഇനി 3 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എക്സ്റേ എടുക്കാൻ പോയായിരുന്നു. ഇവിടെ വന്നാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചേച്ചി നറുന്നണ്ടി ഇട്ടൊരു നാരങ്ങ വെള്ളം കിട്ടുമെന്നാണ്. അങ്ങനെ ആ ചേച്ചി നറുന്നണ്ടി ഇട്ട് നാരങ്ങ വെള്ളം കിട്ടി. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെയും ഒരു നറുന്നണ്ടി ഇട്ടുള്ള നാരങ്ങ വെള്ളം കുടിച്ചേട്ടോ. ഞാൻ ഇവിടുത്തെ നറുന്നണ്ടി നാരങ്ങ വെള്ളത്തിൻ്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ വലിയ തേയ്മാനോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സാധാരണ ഈ നടുവിൽ വരുന്ന എല്ല് ഇങ്ങനെ സി ഷേപ്പിലൊന്ന് ചെറിയൊരു കേവ് വരും. ഇത് സ്ട്രെയിറ്റ് ആണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട്. അതാവാം, അല്ലാതെ വേറൊന്നും ഇതിലിപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ തടവലും ഉഴിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ഓയിൽമെൻറ്റ് തന്നു. വൈകുന്നേരം ഇട്ടിട്ട് കുറച്ച് സമയം ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി കളയാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവരുടെ കുറച്ച് സ്കിൻ ബ്രൈറ്റനിങ് ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ. കാരണം ചീമയുടെ ഫേസ് ഫുൾ അറിയാലോ, പിമ്പിൾസൊക്കെ വന്ന് ഡെലിവറി ടൈമിൽ ഭയങ്കര ഇതായിട്ടായിരുന്നു കേട്ടോ. അവളുടെ പ്രഗ്നൻസി ടൈമിൽ അത് ഇങ്ങനെ പോവാതെ വല്ലാതിരുന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തേടിയെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവൾ ഇവിടെ നിന്ന് പാലാഴിയിൽ നിന്ന് പ്രസവരക്ഷയ്ക്ക് കൊണ്ടുവന്ന ആ ഒരു സംഭവങ്ങളാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇപ്പോൾ അവളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയായി. അങ്ങനെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് കൂടി വാങ്ങിയായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോഴും പോയപ്പോഴും ഈ നറുന്നണ്ടി നാരങ്ങ എനിക്ക് നിർബന്ധമാണ്. അത് ഞാൻ കുടിച്ചു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് ഐസ് കൂടെ ഇട്ട് തന്നപ്പോൾ ഭയങ്കര ആശ്വാസം. ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞേ ബോഡിയെല്ലാം ഫുൾ ആകെ കുളങ്ങിയിരിക്കുകയായിരുന്നു. അത് കുടിച്ചപ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ കുറച്ച് സ്കിൻ ബ്രൈറ്റനിങ് പാക്കുകൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഉള്ളിൽ കഴിക്കാൻ 2 ടാബ്ലറ്റും കുറച്ച് കഷായം അങ്ങനെയൊക്കെയുള്ള 2 ടാബ്ലറ്റും ഒരു കഷായം മാത്രമേ തന്നുള്ളൂ. അതെല്ലാം കൂടിയൊക്കെ തന്നു. പിന്നെ ഏട്ടനും വേണമെങ്കിൽ കഴിക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. എന്തായാലും എനിക്ക് നല്ല റിലാക്സേഷനുണ്ട്. നല്ല റിലാക്സേഷൻ. നമ്മളൊരു അസുഖം വന്ന് അങ്ങ് ഏറ്റവും വയ്യായിക ആവുന്നത് വരെ ഇരിക്കാതെ അത് തുടക്കത്തിലേ കൊണ്ട് കാണിച്ചാൽ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടും. എൻ്റെ അമ്മയുടെയൊക്കെ കാര്യം ഇതാണ്. മുട്ടുവേദനയൊക്കെ ആദ്യമേ തുടക്കത്തിൽ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഓക്കെ ആയാന്. അച്ഛനും അത് തന്നെയാണ്. അവരൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് അതങ്ങ് വഷളായിപ്പോയി. ഇനി ഒരു ഫൈനൽ സ്റ്റേജാണ്. അതിലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, സർജറി അല്ലാതെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അച്ഛനും അമ്മയും കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പെയിൻ വന്നാൽ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ പോയത്. ഓടി ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷനും അല്ല, ഇതും അല്ലാത്തത് കൊണ്ട് എന്തായാലും ഓർത്തോടെ ആയിരിക്കാം എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ അത് ഒരു 100% ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും വലുതാട്ടോ. അപ്പോൾ പാലാഴി ഹോസ്പിറ്റൽ നമ്മുടെ വിജയമോഹനി മില്ലിന് അടുത്താണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പ്രസവരക്ഷയോ ഇപ്പോൾ കർക്കിടക ചികിത്സ തുടങ്ങുക കേട്ടോ. 3 days, 5 days, 7 days, 10 days, 14 days അങ്ങനെയുള്ള പാക്കേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത് കഴിഞ്ഞ വർഷം കർക്കിടക ചികിത്സ എടുക്കാനാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് പാലാഴിയിൽ വന്നിട്ട് ഈ കർക്കിടക ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റിലാക്സേഷൻ ഭയങ്കര വലുതായതുകൊണ്ടാണ് വീണ്ടും ഞാൻ വന്നതും റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഫേസ് പാക്കും കാര്യം കാണിച്ചു തരാം. ചീമ യൂസ് ചെയ്യുന്നത് നവര ഫേഷ്യലിൻ്റെ ഇതാണ്. അത് ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു മുഖലേവ്യം തന്നു. അത് മുഖം ഒന്ന് വെളുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു ഫുൾ ബോഡി പാക്ക്. അത് എനിക്ക് തോന്നുന്നു ചെറുപയറും മഞ്ഞൾ അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളൊരു വല്ലാത്തൊരു മണമുണ്ട് കേട്ടോ. അത് ഒരു വലിയ ടിന്നിൽ വരുന്നു, ഒരു ചെറിയ ടിന്നിൽ വരുന്നു. രണ്ടും സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ പോകുമ്പോൾ എന്താണ് ചോദിച്ചു നോക്കണം. വലിയ ടിന്നിലിരുന്നത് ബോഡി പാക്കാണ്, ചെറിയ ടിന്നിലും അതാണോ ഇരുന്നതെന്നൊരു സംശയമുണ്ട് കേട്ടോ. പക്ഷേ ചീമയുടെ ഫേസിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചീമ എന്നോട് ഒന്നുകൂടെ വാങ്ങിത്തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വേണ്ടത് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും, അവൾ യൂസ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും സ്കിൻ സ്ട്രെച്ച് മാർക്ക് ഓയിലും പിന്നെ നവര ഫേഷ്യലും ആണ് കേട്ടോ. അത് 3 വാങ്ങിച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.